വിവാദങ്ങൾ ഒട്ടും കുറവില്ലാത്ത ഔദ്യോഗിക ജീവിതമാണ് ടോമിൻ ജെ തച്ചങ്കരിക്ക്. രാഷ്ട്രീയ ബന്ധവും വ്യക്തിപരമായ സമ്പാദനവും ഉൾപ്പെടെ എത്രയോ തവണ വിവാദം ഉയർന്നിട്ടുള്ളത് കേരളമാകെ ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഇപ്പോഴിതാ റിട്ടയറായി 3 വർഷത്തിന് ശേഷം കാറിൽ പോലീസ് അധികാര ചിഹ്നമായ സ്റ്റാർ വെച്ച് വാർത്താ തലക്കെട്ടായി മാറുകയാണ് വീണ്ടും തച്ചങ്കരി. ഇത്രയും കാലം അധികാര ചിഹ്നമുള്ള വാഹനത്തിൽ സഞ്ചരിച്ചിട്ടും കൊതി തീർന്നില്ലേ എന്നാണ് സാധാരണ തോന്നുക. പക്ഷേ അധികാര ചിഹ്നം ഇപ്പോഴും ഉപയോഗിക്കുന്നത് പരിശോധനകൾ ഒഴിവാക്കാൻ വേണ്ടിയാണോ? പരിശോധനകൾ ഒഴിവാക്കണമെങ്കിൽ എന്താണ് മറയ്ക്കാനുള്ളത്? അതോ അധികാര ചിഹ്നം ധരിക്കണം എന്നതൊരു പൊങ്ങച്ചത്തിന്റെ ഭാഗം മാത്രമാണോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. മാതൃഭൂമി ന്യൂസ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ കേസെടുക്കാൻ നിർദ്ദേശം നൽകുകയാണ് സംസ്ഥാന പോലീസ് മേധാവി. വിരമിച്ച ശേഷവും ഔദ്യോഗിക ചിഹ്നം ദുരുപയോഗം ചെയ്തതിനാണ് മുൻ DGP ടോമിൻ തച്ചങ്കരിക്കെതിരെ ഗതാഗത വകുപ്പ് നിയമലംഘനം ചൂണ്ടിക്കാട്ടി കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനാണ് നിർദ്ദേശം നൽകിയത്. കോട്ടയം SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ദിവസം ടോമിൻ തച്ചങ്കരി സ്വകാര്യ വാഹനത്തിൽ ഔദ്യോഗിക ചിഹ്നം പതിച്ച് കോട്ടയത്ത് കോടതിയിൽ എത്തിയതാണ് വിവാദമായത്. മാതൃഭൂമി ന്യൂസാണ് ഈ ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറത്തു കൊണ്ടുവന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്താൻ കോട്ടയം SP-യോട് DGP ആവശ്യപ്പെടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയം SP അന്വേഷണം നടത്തിയത്. SP നടത്തിയ അന്വേഷണത്തിൽ കോട്ടയത്ത് ആ ദിവസം തച്ചങ്കരി എത്തിയ കാറിൽ ഔദ്യോഗിക ചിഹ്നം പതിപ്പിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. റിട്ടയർ ചെയ്ത് 3 വർഷം പിന്നിട്ടിട്ടും ഈ ഔദ്യോഗിക ചിഹ്നം കാറിൽ പതിപ്പിച്ചത് ഗുരുതരമായ ചട്ടലംഘനമാണ് എന്നാണ് SP റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗത നിയമലംഘനം ചൂണ്ടിക്കാട്ടി കേസെടുക്കാനുള്ള നിർദ്ദേശം DGP നൽകിയിരിക്കുന്നത്. അതേസമയം ഇത് ആ ദിവസം ചട്ടലംഘനം നടത്തി എന്നുള്ളതാണ് SP-യുടെ റിപ്പോർട്ടിലുള്ളത് എന്നാണ് സൂചന. അതേസമയം വിരമിച്ച ശേഷം കഴിഞ്ഞ 3 വർഷവും തച്ചങ്കരി ഈ രീതിയിൽ സ്വകാര്യ വാഹനത്തിൽ DGP-യുടെ നക്ഷത്ര ചിഹ്നം പതിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. അക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമോ എന്ന കാര്യത്തിലും അവ്യക്തതയുണ്ട്. ഏതായാലും തൽക്കാലം ഗതാഗത നിയമലംഘനത്തിന് കേസെടുത്ത് തടിയൂരാനാണ് ശ്രമം. അമൽ തേനംപറമ്പിൽ തിരുവനന്തപുരങ്ങളുമായി. അമൽ, ഇതിപ്പോൾ ഒരു ചെറിയ സംഭവമാണ്. ഇപ്പോൾ ഒരു പത്രപ്രവർത്തകർ എന്ന നിലയിൽ നമ്മളിപ്പോൾ പ്രസ് ക്ലബിൻ്റെയോ അല്ലെങ്കിൽ പത്രപ്രവർത്തക യൂണിയൻ്റെയോ ഒരു സ്റ്റിക്കർ വാഹനത്തിൽ ഒട്ടിക്കുന്നത് പോലെ അതിനേക്കാൾ കുറെ കൂടി ഔദ്യോഗിക സ്വഭാവമുണ്ട്. പോലീസ് ഉന്നതാധികാരത്തിലിരിക്കുന്ന ആളുകൾ അവരുടെ വാഹനങ്ങളിൽ സ്റ്റാർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾ സെക്രട്ടേറിയറ്റിൻ്റെ സിമ്പൽ ഒട്ടിക്കുക, അതൊക്കെ സാധാരണ ഉള്ളതാണ്. ഇപ്പോൾ അത് ജോലി വിരമിച്ചതിന് ശേഷവും അത് ഒട്ടിക്കണമെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും കാര്യസാധ്യം ഉണ്ടാകണമല്ലോ. അല്ലാതെ വെറുതെ ഈ സ്റ്റിക്കർ ഒട്ടിച്ച് പോയേക്കാം എന്നായിരിക്കില്ലല്ലോ. അപ്പോൾ ഈ വാഹനത്തിൽ ഇങ്ങനെ, ആ വാഹനം എന്ന് പറയുമ്പോൾ അത് റിട്ടയറിന് ശേഷം വാങ്ങിയ പുതിയ വാഹനവുമാണ്, അവിടെ ഈ 3 നക്ഷത്രം വെച്ചതിൻ്റെ കാരണം എന്താണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത ഉണ്ടാകുന്നുണ്ടോ? രതീഷ, പ്രിവിലേജ് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ ആ 3 സ്റ്റാർ വെച്ച വാഹനം ഏതെങ്കിലും വഴി കടന്നു പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ കൈകാട്ടാനുള്ള സാധ്യതയില്ല. ആ വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ അത് മാറ്റി പാർക്ക് ചെയ്യാൻ സാധാരണ നിലയിൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ വന്ന് പറയാൻ സാധ്യതയില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രിവിലേജുകൾ ലഭിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം ഒരുപക്ഷെ തച്ചങ്കരി ലക്ഷ്യം വെച്ചിട്ടുണ്ടാകുക. അബദ്ധത്തിലാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് തച്ചങ്കരി വന്നു ചാടിയത്. അങ്ങനെ വന്നു ചാടിയ സമയത്ത് നമ്മൾ ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും വിശദീകരണം തേടാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ തച്ചങ്കരി അതിനൊന്നും നിന്നില്ല. തച്ചങ്കരി അവിടെ നിന്നും പോവുകയാണ് ചെയ്തത്. എന്തായാലും അതിനുശേഷം ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട് DGP-യുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. DGP SP-യുടെ റിപ്പോർട്ടൊക്കെ തേടി ഈ ഒരു പ്രശ്നമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ ചെറിയൊരു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഒതുക്കാനാണ് തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കാരണം ആ ദിവസം DGP-യുടെ വാഹനത്തിൽ, മുൻ DGP-യുടെ വാഹനത്തിൽ ഈ 3 സ്റ്റാറുകൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കേസെടുക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ അത് വളരെ ചെറിയ പെറ്റി കേസ് പോലെ എന്തെങ്കിലും വാഹനത്തിൽ പ്രശ്നം അങ്ങനെ അവസാനിപ്പിച്ച് വിടാൻ ഉള്ള ഉദ്ദേശമാണ്. ഇപ്പോൾ ടോമിൻ ജെ തച്ചങ്കരി നേരത്തെയും പലതരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ്. വളരെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്നിട്ടുണ്ട്. റെയ്ഡ് ഉൾപ്പെടെ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടാകുമല്ലോ. അപ്പോൾ ഈ ഒരു പ്രിവിലേജിൻ്റെ ഭാഗമായി വണ്ടി പോകുമ്പോൾ ഒരു പോലീസുകാരൻ, സാധാരണ ട്രാഫിക്കിൽ നിൽക്കുന്ന ഒരു പോലീസുകാരൻ ഒരു ഹോം ഗാർഡ് കൈകാണിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ സ്റ്റാർ വെച്ച് പോകുമെന്ന് കരുതണോ? തച്ചങ്കരി അറിയാത്ത ആളുകൾ കേരളത്തിൽ ഒരുപക്ഷെ കുറവായിരിക്കും. അത് സർവീസിൽ ഇരുന്ന കാലത്ത് തച്ചങ്കരി ഉണ്ടാക്കിയ വിവാദങ്ങളിലൂടെയാണ് നിറഞ്ഞു നിന്നിരുന്നത്. 91 ആണ് ആദ്യ വിവാദം ഉണ്ടാകുന്നത്. അത് ആലപ്പുഴയിൽ നിന്നാണ് തുടങ്ങുന്നത്. ആലപ്പുഴയിൽ ACP ആയിരിക്കുന്ന കാലത്ത് അവിടെ സുജ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ടായി. ആ കേസിൽ അടുത്തുണ്ടായിരുന്ന സമീപവാസിയായ ഒരാളെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചു. ആ മർദ്ദിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പഴികേട്ടതാണ്. അയാൾ കേസിന് പോയി. ഒടുവിൽ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള തീരുമാനമുണ്ടായി. പക്ഷേ കേസ് നടത്തി മടുത്തതുകൊണ്ട് ആ മനുഷ്യൻ ആ കേസ് അവസാനിപ്പിച്ചു.
അവസാനിപ്പിച്ചു. ആദ്യ കേസ് അവസാനിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. പിന്നീട് വിദേശയാത്രയ്ക്ക് എത്രയോ വട്ടം ചർച്ചയായി. CPM സംസ്ഥാന സെക്രട്ടറിയുടെ കൂടെ ഗൾഫിലേക്ക് യാത്ര നടത്തിയെന്നൊരു വിവരമൊക്കെ പുറത്തു വന്നു. മുഖ്യമന്ത്രി അത് അന്വേഷിക്കാൻ ഉത്തരവിടുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന്റെ പേരിൽ ആരോപണങ്ങൾ നേരിടുന്നു, അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ വിദേശയാത്ര നടത്തിയത് സർക്കാരിന്റെ അനുമതി ഇല്ലാതെ എന്ന് കണ്ടെത്തി നടപടിയെടുക്കുകയും ചെയ്തിരുന്നു ഈ ഉദ്യോഗസ്ഥനെതിരെ. പക്ഷേ സർവീസിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തച്ചങ്കരി മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ആളുകൾക്കെല്ലാം താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനായി മാറിയതാണ്. പക്ഷേ ഇപ്പോൾ ഇതാ വീണ്ടും ഒരു വിവാദത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നു. ഇതിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യുന്നത് പോലത്തെ ചെറിയൊരു കുറ്റം ചുമത്തി ഈ കേസ് ഒഴിവാക്കി വിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ശരി, എന്തായാലും ഭരണതലത്തിലിരിക്കുമ്പോൾ പേര് കേട്ടയാളാണ്. പേര് പലതരത്തിൽ, അത് പോസിറ്റീവായും നെഗറ്റീവുമായൊക്കെ കേട്ടുണ്ട്. ഉന്നത ഭരണസ്വാധീനം, രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല വിധത്തിൽ കേട്ട പേരാണ്. അതിൻ്റെയാണ് ഈ റിട്ടയർഡായതിനു ശേഷം ഈ നക്ഷത്ര ചിഹ്നം വെച്ച് പുതിയ വാഹനം നിരത്തിലിറക്കി പോകുന്നത് എന്തിനാണ് എന്ന വലിയ സംശയമുള്ളത്. എന്തായാലും ഒരു ചെറിയ കേസിൽ അത് ഒതുങ്ങുമായിരിക്കും. അതിനപ്പുറത്തേക്കുള്ള അന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അമൽ തേനംപറമ്പിലാണ് ആ വിവരങ്ങൾ നൽകിയത്.